സംഭവം നമ്മൾ തമാശയ്ക്ക് പറഞ്ഞാലും കുറച്ച് സീരിയസ് ആണ്. ഇത് എന്തുകൊണ്ടാണ് മന്ത്രിക്ക് മനസ്സിലാവാത്തത്? ഇതെന്തുകൊണ്ടാണ് വകുപ്പിന് മനസ്സിലാവാത്തതെന്നാണ് മനസ്സിലാവാത്തത്? കള്ളന്മാർക്ക് പോലും മോട്ടിക്കുന്നൊരു നേരമുണ്ട്. പക്ഷേ കേരളത്തിൽ കറണ്ട് വന്നതും പോകുന്നതിനും ഒരു നേരവുമില്ല എന്നുള്ളതാണ്. ഒരു നിശ്ചയവുമില്ലൊന്നിനും എന്ന് പറഞ്ഞതുപോലെയാണ് കേരളത്തിലെ കറണ്ട് കട്ടിൻ്റെ അവസ്ഥ. ചുരുങ്ങിയ പക്ഷം നിങ്ങൾ കറണ്ടോ കട്ട് ചെയ്യുന്നു, അതെപ്പോൾ കട്ട് ചെയ്യുന്നതെന്ന് പറയാനുള്ള മാന്യതയെങ്കിലും KSEB കാണിക്കണം. ബഹുമാനപ്പെട്ട മന്ത്രിയോടുള്ള ഒരു അപേക്ഷയാണ്. ഇല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന കഞ്ഞി, വെട്ടിക്കൊണ്ടിരിക്കുന്ന മുടി, പറിച്ചുകൊണ്ടിരിക്കുന്ന പല്ല്, ഇതൊക്കെ പ്രശ്നമാവും കേട്ടോ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് വ്യാപാരികൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ വൈദ്യുതി നിയന്ത്രണം. വ്യാപാര വ്യവസായ മേഖല വലിയ തിരിച്ചടി നേരിടുന്നുവെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അബ്സന റിപ്പോർട്ടിനോട് പറഞ്ഞു. നിലവിലെ സാഹചര്യം ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു. ചെറുകിട സ്ഥാപനങ്ങളാണ് വലിയ പ്രതിസന്ധി ഇപ്പോൾ നേരിടുന്നത്. പ്രതിസന്ധി രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയെയും വൈദ്യുതി മന്ത്രിയെയും നേരിൽ കാണുമെന്നും രാജു അബ്സന പറഞ്ഞു. വ്യാപാര വ്യവസായ മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഈ പവർ കട്ട്. സത്യത്തിൽ കുറെ കൂടി ക്രിയാത്മകമായി ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇത് ഒഴിവാക്കാമായിരുന്ന ഒരു സംവിധാനം തന്നെ നമ്മുടെ രാജ്യത്തു നിന്നുണ്ട്. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു അത് വിശദീകരിക്കേണ്ട ഉത്തരവാദിത്വം ഇലക്ട്രിസിറ്റി വകുപ്പിനുണ്ട്, ഡിപ്പാർട്ട്മെൻറ്റിനുണ്ട്. വ്യാപാര വ്യവസായ മേഖലയുടെ ഏറ്റവും വലിയ കനത്ത തിരിച്ചടിയാണ് ഈ പവർ കട്ട്. ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല. മുഖ്യമന്ത്രിയും വൈദ്യുതി മന്ത്രി നേരിൽ കണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സന്തുന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സന്തുന സജു, വ്യാപാരി വ്യവസായ ഏകോപന സമിതിയൊക്കെ ഇപ്പോൾ ഈ കാര്യം വളരെ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് കാണാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വ്യാപാരികൾ ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്നാണോ രാജു പറയുന്നത്? അരുൺ, പവർ കട്ടുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും വലിയ പ്രതിസന്ധി തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരു കൂട്ടരാണ് വ്യാപാരികൾ എന്ന് തന്നെയാണ് വ്യാപാര വ്യവസായ ഏകോപന സമിതി ഇതുമായി ബന്ധപ്പെട്ട പറഞ്ഞു വെക്കുന്നത്. ഇന്നലെ നമ്മൾ അതിന്റെ പ്രസിഡന്റ് രാജു അബ്സനോട് സംസാരിക്കുകയും ചെയ്തു. അത് മാത്രവുമല്ല, നമ്മൾ പല വ്യാപാരികളോടും, നേരത്തെ പ്രവീൺ സംസാരിച്ചതുപോലെ നമ്മൾ പലയിടങ്ങളിലെയും വ്യാപാരികളോട് ഈ കറണ്ട് പോകുന്ന സമയത്ത് നമ്മളോട് വാർത്തെടുക്കാൻ ചെല്ലുമ്പോൾ പല കടകളിലെയും ആളുകളെയൊക്കെ കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചെറുകിട വ്യാപാരികളാണ് ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിസന്ധി നേരിടുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പ്രദേശത്തെ ഒരു ചെറിയ കടയായിരിക്കും. ചിലപ്പോൾ അവിടെ പാല് വാങ്ങി വെക്കുന്നുണ്ടാവും, ഐസ്ക്രീം വാങ്ങി വെക്കുന്നുണ്ടാവും, സിപ്പപ്പ് വാങ്ങി വെക്കുന്നുണ്ടാവും, തൈര് വാങ്ങി വെക്കുന്നുണ്ടാവും, അങ്ങനെ തണുപ്പിൽ സൂക്ഷിക്കേണ്ട പല സാധനങ്ങളും വാങ്ങി വെക്കുന്നുണ്ടാവും. പക്ഷേ സാധാരണ ഇപ്പോൾ ഒരു അരമണിക്കൂറൊക്കെയാണ് കറണ്ട് പോകുന്നതെങ്കിൽ അവർ പറയുന്നത് വലിയ പ്രശ്നമില്ലാത്ത കാര്യങ്ങളൊക്കെ പോകും, കാരണം തണുപ്പൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ അരമണിക്കൂറല്ല പോകുന്നത്, എപ്പോൾ പോകുന്നുവെന്ന് പോലും അറിയില്ല. വൈകുന്നേരം ഒരു 7 മണി തൊട്ട് രാത്രി 12 മണി വരെ പല ഘട്ടങ്ങളിലായിട്ട് 2-2.5 മണിക്കൂർ വരെ കറണ്ട് പോകുന്ന സ്ഥലങ്ങളുണ്ട് പലയിടങ്ങളിലും. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. ഈ 2-2.5 മണിക്കൂറൊക്കെ കറണ്ട് ഇല്ലാതിരിക്കുമ്പോൾ അത് പല ഘട്ടങ്ങളിലായിട്ടാണെങ്കിലും ഇതിനകത്തിരിക്കുന്ന പാലൊക്കെ ചീത്തയായി പോകും. കഴിഞ്ഞ ദിവസം ഒരു കടയിലെ ഒരു ചേട്ടനോട് സംസാരിച്ചപ്പോൾ പുള്ളി പറയുകയായിരുന്നു 10 കവർ പാല് ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അത് പല പാലും പിറ്റേ ദിവസമായപ്പോൾ ആളുകൾക്ക് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമാണല്ലോ. കാരണം ഇത് കൊണ്ടുപോയി അവർ കാച്ചുമ്പോഴേക്കും അത് പിരിഞ്ഞു പോയാൽ ഉത്തരവാദിത്തം പറയേണ്ടത് കറണ്ട് പോയി എന്ന് അവർക്ക് കടക്കാരൻ എന്തായാലും സ്വാഭാവികമായിട്ടും വാങ്ങിക്കൊണ്ട് പോയ ആളടുത്ത് പറയാൻ പറ്റില്ലല്ലോ. അത്തരത്തിലുള്ള വലിയ പ്രതിസന്ധി അവർ ഒക്കെ നേരിടുന്നുണ്ട്. ചെറിയ ചെറിയ തുകയാണെങ്കിലും ഓരോ ദിവസവും ഇത്തരത്തിൽ പല വ്യാപാരികൾക്കും നഷ്ടം വരുന്നുണ്ട് എന്നുള്ളതാണ്. ചെറിയ കടക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ജനറേറ്റർ വാങ്ങി വെക്കുക അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ വാങ്ങി വെക്കുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയും അത് പ്രായോഗികമായ ഒരു കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രതിസന്ധി പല ആളുകളും നേരിടുന്നുണ്ട്. എന്തായാലും വ്യാപാര വ്യവസായ ഏകോപന സമിതി തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഇക്കാര്യങ്ങളൊക്കെ തന്നെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയെയും അറിയിക്കാനുള്ള ഒരു നീക്കത്തിലാണ് അവർ ഉള്ളത്. എത്തരത്തിലൊക്കെ ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള ഒരു കാര്യം കൂടി എന്തായാലും മുഖ്യമന്ത്രി അവർ സൂചിപ്പിക്കുമെന്നുകൂടിയാണ് എന്തായാലും വ്യാപാര വ്യവസായ ഏകോപന സമിതി പറഞ്ഞു വെക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ പ്രതിസന്ധി വലിയ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയെയും കണ്ട് ഇക്കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കാനുള്ള ഒരു നീക്കത്തിൽ തന്നെയാണ് എന്തായാലും വ്യാപാര വ്യവസായ ഏകോപന സമിതി അംഗങ്ങളും ഉള്ളത്.